വെൽക്കം ടു പ്ലാന്റ് സെപ്പിയൻസ്. ഇന്നത്തെ ക്ലാസ്സിൽ എൻവയോൺമെന്റൽ ബയോളജിയുടെ അണ്ടറിൽ വരുന്ന ഇക്കോസിസ്റ്റവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേംസ്, വളരെ ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് തന്നെയാണ്, പക്ഷെ കൺഫ്യൂസിങ് ആകാൻ ചാൻസ് ഇല്ല. ഇവിടെ ഡെഫിനിഷൻ പഠിച്ചു പോകേണ്ട കുറച്ച് ടേംസ് ആണ് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് ഈ ഒരു ഇക്കോളജിക്കൽ ടേംസ് ആ ഒരു ഇൻക്രീസിങ് ആ ഒരു ഓർഡറിൽ നമുക്ക് പഠിച്ചു പോകാം. ഒന്നാമത്തത് ഹാബിറ്റാറ്റ് ആണ്. അപ്പൊ ഹാബിറ്റാറ്റ് എന്ന് പറയുമ്പോൾ നിഷുമായിട്ട് കൺഫ്യൂസ് ചെയ്യാൻ പാടില്ല. അത് കമ്പയർ ചെയ്തിട്ട് ഈ ഒരു ക്ലാസ്സിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാമത്തത് ഹാബിറ്റാറ്റ് ആണ്. ഹാബിറ്റാറ്റ് എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക് ഓർഗാനിസത്തിന്റെ അഡ്രസ് ആണ്. അതായത് ഒരു ഓർഗാനിസം എവിടെയാണ് ജീവിക്കുന്നത്. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഒരു ട്രീയുടെ ഹോളിൽ ജീവിക്കുന്ന ഒരു സ്ക്വറൽ. ആ ഒരു ട്രീയുടെ ഹോൾ ആണ് ആ ഒരു സ്ക്വറലിന്റെ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഒരു പ്ലേസ്, ഒരു ഓർഗാനിസം എവിടെയാണ് ജീവിക്കുന്നത് എന്നതാണ് ഹാബിറ്റാറ്റ്. നെക്സ്റ്റ് എക്കോടോപ്പ് ആണ് ഡെഫിനിഷൻ. സ്മോളസ്റ്റ് ഇക്കോളജിക്കൽ യൂണിറ്റ് വിത്ത് സ്പെസിഫിക് കണ്ടീഷൻ. ഷെയ്ഡഡ് ഓ കനോപ്പി ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ ഷെയ്ഡ് ഉള്ള റീജിയൻ. ഓക്കെ, എല്ലാവരുടെയും ആ ഒരു റീജിയൻ, ഒരു സ്പെസിഫിക് എക്കോസിസ്റ്റത്തിൽ തന്നെ ഒരു പെർട്ടിക്കുലർ റീജിയൻ ആണ്, ഒരു സ്മോളസ്റ്റ് എക്കോളജിക്കൽ യൂണിറ്റ് ആണ്. അവിടെ ഷെയ്ഡ് മാത്രമേ ഉള്ളൂ എങ്കിൽ അതൊരു ടൈപ്പ് എക്കോടോപ്പ് ആണ്. സപ്പോസ് ഒരു സ്ലോപ്പ് ബേസ് ചെയ്തിട്ട് പറഞ്ഞാൽ, ഒരു സ്ലോപ്പ് ത്രൂ ഔട്ട് ഉള്ള ഫോറസ്റ്റ്. ഓക്കെ, സ്ലോപ്പിന്റെ ഏറ്റവും മുകളില് ഡ്രൈ ആയിട്ടുള്ള സോയിൽ മാത്രമാണ് കാണുന്നത്. അപ്പൊ ആ ഒരു ടോപ്പ് ഏറ്റവും മുകളിലുള്ള ആ ഒരു സോൺ എന്ന് പറയുന്നത് നമുക്കൊരു എക്കോടോപ്പ് എ എന്ന് കൊടുക്കാം. ദെൻ മിഡിൽ റീജിയൻ എന്ന് പറയുമ്പോൾ ചെറിയ രീതിയിലുള്ള മോയിസ്റ്റ് ഉണ്ട്, അപ്പൊ ഒരു എക്കോടോപ്പ് 2 എന്ന് കൊടുക്കാം. താഴെ എന്ന് പറയുമ്പോൾ വെറ്റ് ആയിട്ടുള്ള സോയിലാണ്. ആ ഒരു സോയിൽ കണ്ടീഷൻ താഴെ വെറ്റ് ആണെങ്കിൽ താഴെയുള്ള എല്ലാ റീജിയൻസിലും ആ ഒരു സെയിം സ്പെസിഫിക് കണ്ടീഷൻ ആണ് വരുന്നത്. അതിനാണ് എക്കോടോപ്പ് എന്ന് പറയുന്നത്. ദെൻ എക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ അവിടെ ഓർഗാനിസവും ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ്, അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അതായത് എൻവയോൺമെന്റും ഓർഗാനിസവും തമ്മിലുള്ള ഇന്ററാക്ഷൻ വരുമ്പോൾ അതിനെയാണ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. അതൊരു എക്സാമ്പിൾ ഇവിടെ ഫോറസ്റ്റ് എക്കോസിസ്റ്റം കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ബയോം എന്ന് പറയുമ്പോൾ ഒരു ലാർജർ റീജിയണൽ എക്കോസിസ്റ്റം വിത്ത് സിമിലർ ക്ലൈമറ്റ് ആൻഡ് വെജിറ്റേഷൻ ആണ്. അപ്പൊ ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഹോട്ട് ഡെസേർട്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു കാറ്റഗറി, ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ. അതായത് എർത്തിൽ 25 സെന്റിമീറ്ററിലുള്ള കുറച്ച് താഴെ മഴ കിട്ടുന്ന സ്ഥലങ്ങളെ ആണ് നമ്മൾ ഹോട്ട് ഡെസേർട്ട് എന്ന് പറയുന്നത്. ആ ഒരു ഹോട്ട് ഡെസേർട്ടിൽ തന്നെ ഇപ്പൊ ഒരു കാലിഫോർണിയയിലുള്ള ഒരു അല്ലെങ്കിൽ ആഫ്രിക്കയിലുള്ള സഹാറ ഡെസേർട്ട്, അത് എന്ന് പറയുന്നത് ഈ ഒരു ബയോമിൽ വരുന്ന, അതായത് ഹോട്ട് ഡെസേർട്ട് എന്ന് പറയുന്ന ബയോമിൽ വരുന്ന ഒരു സ്പെസിഫിക് ഇക്കോസിസ്റ്റം ആണ് ഈ ഒരു സഹാറ ഡെസേർട്ട്. മനസ്സിലായോ? ഓക്കെ, ബയോമി എന്ന് പറയുന്നത് കുറച്ചും കൂടി ലാർജ് റീജിയണൽ എക്കോസിസ്റ്റം ആണ്. പക്ഷെ ബയോസ്ഫിയർ എന്ന് പറയുമ്പോൾ എല്ലാ എക്കോസിസ്റ്റവും, ഏത് എക്കോസിസ്റ്റം, ലാൻഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പോണ്ട് എക്കോസിസ്റ്റം, ഫോറസ്റ്റ് എക്കോസിസ്റ്റം, ആ ഒരു ത്രൂ ഔട്ട് എർത്തിലുള്ള എല്ലാ എക്കോസിസ്റ്റത്തിനെയും ഒരുമിച്ച് പറയുന്ന പേരാണ് ബയോസ്ഫിയർ. ബയോമും ബയോസ്ഫിയറും എക്കോസിസ്റ്റവും ഒന്നും മാറിപ്പോകരുത്. ഓക്കെ, നെക്സ്റ്റ് ഹാബിറ്റാറ്റ് വേഴ്സസ് നിഷ് ആണ്. മാറിപ്പോകരുത്. എന്താണ് ഹാബിറ്റാറ്റ് നിഷും തമ്മിലുള്ള വ്യത്യാസം? ഒരു ഹാബിറ്റാറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഓർഗാനിസം നിൽക്കുന്ന സ്ഥലമാണ്, ആ ഒരു ഓർഗാനിസത്തിന്റെ അഡ്രസ് ആണ് എന്ന് പറഞ്ഞല്ലേ. അതൊരു ഫിസിക്കൽ പ്ലേസ് ആണ്. ഒരു ഓർഗാനിസം നിൽക്കുന്ന ഒരു ഫിസിക്കൽ പ്ലേസ് ആണ് അവയുടെ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്താ പറയുക, ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു തവള, പോണ്ടിൽ ജീവിക്കുന്ന തവള അല്ലെ. ആ ഒരു തവളയുടെ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് പോണ്ടാണ്. ഓക്കെ, ഇവിടെ ഒരു കീ ആയിട്ടുള്ള പോയിന്റ് എവിടെ, വേർ എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ തരുന്നതാണ് ഹാബിറ്റാറ്റ്, ആ ഒരു പെർട്ടിക്കുലർ ഓർഗാനിസത്തിന്റെ ഹാബിറ്റാറ്റ്. നേരെ തിരിച്ചൊരു നിഷ് എന്ന് പറയുന്നത് എന്താ, ഫങ്ഷണൽ റോൾ ഓഫ് ദാറ്റ് ഓർഗാനിസം ഇൻ ഇറ്റ്സ് ഹാബിറ്റാറ്റ്. ആ ഒരു ഹാബിറ്റാറ്റിൽ ആ ഒരു തവളയുടെ അല്ലെങ്കിൽ ആ ഒരു ഓർഗാനിസത്തിന്റെ റോൾ എന്താണ്, ഹൗ എന്നുള്ള ആൻസർ, അതെങ്ങനെയാണ് ആ ഒരു എക്കോസിസ്റ്റത്തിൽ ജീവിക്കുന്നത്, അതാണ് ആ ഒരു നിഷ് എന്നുള്ള ടേം. ഇപ്പോ ഇവിടെ തവള എന്ന് പറയുമ്പോൾ എന്താ, അവരെ ലെഗ് ചെയ്തു, അത് വാൽമക്രി ടാഡ്പോൾ ആയിട്ട് വളരുന്നു, ദെൻ വാട്ടറിൽ ജീവിക്കുന്നു, അവ വലുതാവുന്നു, അങ്ങനെ അവയെ സ്നേക്ക് തിന്നുന്നു. ആ ഒരു ത്രൂ ഔട്ട് ആ ഒരു ഫംഗ്ഷൻ പറഞ്ഞല്ലോ. പക്ഷെങ്കിൽ മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പോളിനേറ്റർ എന്ന് പറയുന്നത്, പോളിനേറ്റർ അല്ലെങ്കിൽ ഇൻസെക്ട് എന്ന് പറയുമ്പോൾ അവരുടെ റോൾ എന്ന് പറയുന്നത് ഒരു പോളിനേറ്റർ ആയിട്ടാണ് ആ ഒരു എക്കോസിസ്റ്റത്തിൽ അവർ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഫ്രോഗിന്റെ നിഷ് എന്ന് പറയുന്നത് അവ എന്താ, അവ ഇൻസെക്ട്സിനെ ഈറ്റ് ചെയ്യുന്നു, എഗ് ലേ ചെയ്യുന്നു, വാട്ടറിൽ ജീവിക്കുന്നു. അതൊക്കെ അവർ ആ ഒരു പെർട്ടിക്കുലർ ഓർഗാനിസത്തിന്റെ റോളാണ്. ഓക്കെ, അവിടെ എങ്ങനെയാണ് ആ ഒരു ഓർഗാനിസം എന്താണ് ആ ഒരു ഹാബിറ്റാറ്റിൽ ചെയ്യുന്നത് എന്നാണ് നിഷ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ,
നെക്സ്റ്റ് പഠിക്കാനുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ടേം ആണ് എക്കാർഡ്സ് ആൻഡ് എക്കോടൈപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നമുക്ക് എന്താണ് എക്കാർഡ്സ് എന്ന് നോക്കാം. എക്കാർഡ്സിന്റെ മറ്റൊരു പേരാണ് എക്കോഫീൻ എന്ന് പറയുന്നത്. എക്കാർഡ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. റെനങ്കുലസ് അക്വാട്ടിലിസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് എക്കാർഡ്സിന് എക്സാമ്പിൾ ആണ്. അതായത് ഈ ഒരു നമ്മളുടെ എൻവയൺമെന്റൽ കണ്ടീഷൻ മാറുന്നതിനനുസരിച്ചിട്ട് ഒരു എൻവയൺമെന്റൽ കണ്ടീഷൻ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില മോഡിഫിക്കേഷൻസ് നടത്തും. പക്ഷെ ആ ഒരു മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് കോസ് ചെയ്യുന്നത് എൻവയൺമെന്റൽ ഫാക്ടർ ആണ് കോസ് ചെയ്യുന്നത്. പക്ഷെ അവിടെ ജീനോ ടൈപ്പിൽ മാറ്റം വരുന്നില്ല, ഫിസിക്കൽ അപ്പിയറൻസിൽ മാത്രമേ മാറ്റം വരുന്നുള്ളൂ. ഓക്കെ, വേരിയേഷൻസ് കോസ്ഡ് ബൈ എൻവയൺമെന്റൽ ഫാക്ടർ ആണ് എക്കാർഡ്സി എന്ന് പറയുന്നത്. അവ ഹെറിറ്റബിൾ അല്ല, കാരണം ജീനിൽ ചേഞ്ച് ഒന്നും ഉണ്ടാക്കുന്നില്ല, ടെമ്പററി ആയിട്ടുള്ള ചേഞ്ച് ആണ്. അതായത് ഇപ്പൊ ഒരു അക്വാട്ടിക് ഫോം റെനഗുലസ് അക്വാട്ടിക് എന്ന് പറയുന്നത് അക്വാട്ടിക് ഹാബിറ്റാറ്റിൽ അവ എന്താ അവയുടെ വാട്ടറിൽ ജീവിക്കുന്ന ആ ഒരു കണ്ടീഷൻ അനുസരിച്ചിട്ട് ഫൈനലി ഡിവൈഡ് ചെയ്തിട്ടുള്ള ലീവ്സ് ആണ് കാണുന്നത്. നേരെ തിരിച്ച് ആ ഒരു ഡ്രൈ കണ്ടീഷൻ വന്നു, ആ വെള്ളമൊക്കെ വറ്റി. അപ്പൊ അവിടെ എന്താ ഒരു ഡ്രൈ കണ്ടീഷൻ ആണെങ്കിൽ അവിടെയും ഈ ഒരു റെനഗുലസ് അക്വാട്ടിലിസിന് എന്താ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ട് അവ അവരുടെ ലീഫിൽ മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് അവ ഒരു ബ്രോഡ് ലീഫായിട്ട് മാറ്റും. പക്ഷേങ്കിൽ ആ ഒരു അക്വാട്ടിക് കണ്ടീഷൻ തിരിച്ചു വന്നാൽ അവ എന്ത് ചെയ്യും, നേരിട്ട് ആ ഒരു കണ്ടീഷനിലേക്ക് അവയുടെ ഒറിജിനൽ കണ്ടീഷനിലോട്ട് മാറും. അതിനെയാണ് അവ റിവേഴ്സിബിൾ ആയിട്ടുള്ള ടെമ്പററി ചേഞ്ചസ് ആണ് എന്ന് പറയുന്നത്. ആണ് എക്കാർഡ്സ് അല്ലെങ്കിൽ എക്കോഫീൻസ് എന്ന് പറയുന്നത് എൻവയൺമെന്റൽ ഫാക്ടർ ബേസ് ചെയ്തിട്ട്. നേരെ തിരിച്ച് എക്കോ ടൈപ്പ് എന്ന് പറയുന്നത് ജനറ്റിക് അഡാപ്റ്റേഷൻ ആണ്, അവ ഹെറിറ്റബിൾ ആണ്, അതായത് പെർമനന്റ് ആയിട്ടുള്ള ചേഞ്ചസ് ആണ്. എക്സാമ്പിൾ എന്ന് പറയുന്നത് അക്കാലിസ് ലാനലോസ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. അതായത് ഒരു ഡിഫറെന്റ് എക്കോ ടൈപ്സ് ആണ്. അത് ഹൈ ആൾട്ടിറ്റ്യൂഡിലും ലോ ആൾട്ടിറ്റ്യൂഡിലും. ഈ ഒരു പിക്ചർ നോക്കിയേ, ലോ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്ന കണ്ടീഷനിൽ ഈ ഒരു പ്ലാന്റ് ടോൾ ആയിട്ട് ഗ്രീൻ ആയിട്ട് അബണ്ടന്റ് ആയിട്ടുള്ള ലീവ്സ് ഒക്കെ ഉണ്ടായിട്ടാണ് ജീവിക്കുന്നത്. നേരെ തിരിച്ച് ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ഈ ഒരു സെയിം സ്പീഷീസിനെ നോക്കി കഴിഞ്ഞാൽ അവിടെ ഉള്ളത് ഷോർട്ട് ആയിട്ടുള്ള കോമ്പാക്റ്റ് ആയിട്ടുള്ള എന്താ ഒരു ഷോർട്ട് ആയിട്ട് വളരുന്ന ആൾക്കാരായിരിക്കും, ഒരു ഗ്രേഷ് ഗ്രീൻ ഫോളിയേജ് ആയിരിക്കും. അവ എവിടെ ആ ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡിൽ മാത്രമാണ് അവ കാണുന്നത്. ആ ഒരു ക്യാരക്ടർ അവയ്ക്ക് ഹെറിറ്റബിൾ ആണ്. ഓക്കെ, അവ ജീനോടിപ്പിലാണ് മാറ്റം വന്നിട്ടുള്ളത്. ഇനി മാറിപ്പോകരുത്, എക്കാർഡ്സ് എന്ന് പറയുന്നത് ഫീനോടിപ്പിക് ആണ്, എക്കോടൈപ്പ് എന്ന് പറയുന്നത് ജീനോടിപ്പിക് ആയിട്ടുള്ള മാറ്റമാണെന്ന് മനസ്സിലാക്കി വെക്കുക. എക്സാമ്പിളും കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്ക്. ഓക്കെ, റെനങ്കുലസ് ആണ് എക്കാർഡ് അല്ലെങ്കിൽ എക്കോഫീന്, അക്കീലിയ ആണ് എക്കോ ടൈപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എക്കോസിസ്റ്റം എന്താണെന്ന് നമുക്ക് പഠിക്കാം. നമുക്ക് അറിയുന്നതാണ് എക്കോസിസ്റ്റം എന്ന് പറയുന്ന ഒരു നേച്ചറിലെ ഫങ്ഷണൽ യൂണിറ്റ് ആണ്. ആ ഒരു യൂണിറ്റിൽ കുറെ ലിവിങ് ഓർഗാനിസംസ് ഉണ്ട് അല്ലേ, അത് പ്ലാന്റ്, ആനിമൽസ്, മൈക്രോ ഓർഗാനിസംസ് ഒക്കെയാണ് ബയോട്ടിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ്. അവ എന്ത് ചെയ്യും, അബയോട്ടിക് ആയിട്ടുള്ള നോൺ ലിവിങ് ആയിട്ടുള്ള എൻവയോൺമെന്റുമായിട്ട്, ആ നോൺ ലിവിങ് എന്ന് പറയുമ്പോൾ എയർ, വാട്ടർ, സോയിൽ, സൺലൈറ്റ് ഒക്കെയാണ് വരിക ഒരു പെർട്ടിക്കുലർ ഏരിയയിലുള്ളത്. കാരണം അവയുടെ എക്സാമ്പിൾസ് പോണ്ട് എക്കോസിസ്റ്റം, ഫോറസ്റ്റ് എക്കോസിസ്റ്റം, ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം. അതിൽ ഈ ഒരു ക്ലാസ്സിൽ ഫോറസ്റ്റ് ടൈപ്സും ഗ്രാസ് ലാൻഡിന്റെ ടൈപ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതും കൂടി ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഈ ഒരു എക്കോസിസ്റ്റം പറയുമ്പോൾ മനസ്സിലാക്കേണ്ട രണ്ട് ടേംസ് ആണ്. ഒന്ന് എക്കോട്ടോണും രണ്ടാമത്തത് എഡ്ജ് ഇഫക്റ്റും ആണ്. അപ്പൊ എന്താണ് എക്കോട്ടോൺ എന്ന് പറയുന്നത് നോക്കാം. എക്കോട്ടോൺ ഈസ് എ transitional zone where two different ecosystem or communities meet and interact. ഇവിടെയുള്ള ഒരു പിക്ചർ നോക്കിയേ, ഇതാണ് ഒരു ബൗണ്ടറി ലെവലാണ്. അതായത് തൊട്ടിപ്പുറത്ത് കാണുന്ന ഒരു ഡെൻസ് ഫോറസ്റ്റ് ഏരിയ ആണ്. കാരണം ആ ഒരു ഫോറസ്റ്റ് ഏരിയയിൽ നിന്ന് ഗ്രാസ് ലാൻഡിലോട്ട് പോകുന്ന ഒരു ട്രാൻസിഷൻ സോൺ ഉണ്ടായിരിക്കുമല്ലോ. ആ ഒരു ട്രാൻസിഷൻ സോൺ അല്ലെങ്കിൽ എസ്റ്റുറീസ് ഉണ്ടല്ലോ, അതായത് റിവറും കടലും സീയും കൂടിച്ചേരുന്ന ഒരു റീജിയൻ ഉണ്ടല്ലോ, അതൊക്കെയാണ് എക്കോട്ടോണി എന്ന് പറയുന്നത്. ഇതിപ്പോ ഒരു എക്കോട്ടോൺ ആയിട്ട് പറയാം. അപ്പത്തിപ്പത്തും രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള എക്കോസിസ്റ്റംസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ ഈ ഒരു എക്കോട്ടോണിൽ ആ ഒരു രണ്ട് എക്കോസിസ്റ്റത്തിലെയും സ്പീഷീസിന് ജീവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, മേ ബി ഓൾസോ ഹാവ് യുണീക്ക് സ്പീഷീസ്. അതായത് ഒരു ട്രാൻസിഷണൽ സോൺ ആയതുകൊണ്ട് രണ്ട് എന്താ ഒരു എക്കോസിസ്റ്റത്തിന്റെയും കണ്ടീഷൻ കൂടി ചേർന്നിട്ടുള്ള ഒരു കണ്ടീഷൻ ആണെങ്കിൽ അവിടെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ യുണീക്ക് സ്പീഷീസ് അഡാപ്റ്റേഷൻസ് ഇവിടെ കാണുന്നുണ്ട്. ഹൈ ബയോഡൈവേഴ്സിറ്റി ആയിരിക്കും എക്കോട്ടോണിൽ ഉണ്ടായിരിക്കുക. എക്സാമ്പിൾ ഇവിടെ ഗ്രാസ് ലാൻഡും ഫോറസ്റ്റും കൂടി ചേർന്ന ബൗണ്ടറി ആണ് ഇവിടെ പിക്ചറിൽ കൊടുത്തേക്കുന്നത്. അല്ലെങ്കിൽ എസ്റ്റുറീസ്, റിവറും സീയും കൂടി ചേർന്ന ഒരു ബൗണ്ടറീസ്, അല്ലെങ്കിൽ സുന്ദർബൻസ്, ലാൻഡും വാട്ടറും ചേരുന്ന ആ ഒരു ട്രാൻസിഷൻ ഏരിയാസ്. ഇനി എന്താണ് ഈ ഒരു എക്കോട്ടോണുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എഡ്ജ് ഇഫക്റ്റ്? അതായത് ഞാൻ പറഞ്ഞു എക്കോട്ടോൺസിൽ
ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് കൂടുതലാണ് അല്ലെ. രണ്ട് എക്കോസിസ്റ്റത്തിന്റെയും ഒരു ബൗണ്ടറി ആണ്, അതുകൊണ്ട് അവിടെ ബയോഡൈവേഴ്സിറ്റി കൂടുതലാണ്. അങ്ങനെയുള്ള ആ ഒരു ഇൻക്രീസിങ് ബയോഡൈവേഴ്സിറ്റി കൂടുന്ന ആ ഒരു പ്രതിഭാസത്തെ, ആ ഒരു പ്രോസസ്സിനെയാണ് എഡ്ജ് എഫക്റ്റ് എന്ന് പറയുന്നത്. എഡ്ജിൽ ബയോഡൈവേഴ്സിറ്റി കൂടുന്നു. ഓക്കെ, അത്രയേ ഉള്ളൂ ഒരു എക്കോടോണിന്റെ എഡ്ജ് എഫക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ രണ്ട് ടൈപ്പ് ഫോറസ്റ്റ് ആൻഡ് ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം ഡിസ്കസ് ചെയ്യാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവയുടെ ഓരോ പെക്യുലാരിറ്റീസും അവ കാണുന്ന റീജിയൻസും അവിടെ എത്രയാണ് റെയിൻഫോൾ, എങ്ങനെയാണ് അവയുടെ വെജിറ്റേഷൻസ് എങ്ങനെയാണെന്ന് ഒന്ന് പഠിച്ചു വെച്ചേക്കാം. അതിൽ ഒന്നാമത്തെ ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിൽ ഒന്നാമത്തേതാണ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് അല്ലെങ്കിൽ ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് എന്നും പറയാം. അപ്പോൾ ഒരു ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് നമ്മൾ ഒരു ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ റീജിയൻസ് ഒക്കെ ബേസ് ചെയ്തിട്ട് പഠിക്കുമ്പോൾ ഒരു ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിന്റെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ത്രൂ ഔട്ട് ദ ഇയർ ആണ്. ഓക്കെ, ഇയർ ത്രൂ ഔട്ട് ഹോട്ടും ആയിരിക്കും ഹ്യൂമിഡും ആയിരിക്കും. ഓക്കെ, ഏകദേശം 20 to 30 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഉണ്ടായിരിക്കും. ദെൻ അതേപോലെ തന്നെ റെയിൻഫാളും ഉണ്ടായിരിക്കും. 200 സെന്റിമീറ്ററിൽ കൂടുതൽ ആനുവൽ റെയിൻഫോൾ കിട്ടുന്ന റീജിയൻസ് ആണ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് അല്ലെങ്കിൽ ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ എന്താ, ഡെൻസ് ആയിട്ടുള്ള എവർഗ്രീൻ ആയിട്ടുള്ള ട്രീസ് ആണ്. ടോൾ ട്രീസ് ഉണ്ടായിരിക്കും, ക്ലൈംബേഴ്സ് ഉണ്ടായിരിക്കും, ഓർക്കിഡ്സ് കൂടാതെ ഫേൺസ് ഒക്കെ ഉണ്ടായിരിക്കും. ഡെൻസ് ആയിട്ടുള്ള വെജിറ്റേഷൻ ഉള്ള സ്ഥലം ഏതാണ്, ഈ ഒരു ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇന്ത്യയിലുള്ള സ്ഥലങ്ങൾ മാത്രമേ, ഇന്ത്യയിലുള്ള ആ ഒരു എക്കോസിസ്റ്റം മാത്രമേ ഞാൻ ഇതിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇന്ത്യയിൽ മെയിൻ ആയിട്ട് വെസ്റ്റേൺ ഘട്ട്, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ്, നോർത്ത് ഈസ്റ്റ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ആസാം, മേഘാലയ, അരുണാചൽ പ്രദേശ് ഒക്കെ ഒരു ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിന്റെ എക്സാമ്പിൾ ആണ്. ഈ ഒരു പിക്ചർ ആണ് കേട്ടോ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. നല്ല ഹ്യൂമിഡ് ആയിട്ടുള്ള ആ ഒരു ഡെൻസ് വെജിറ്റേഷൻ ഉള്ള ഏരിയ ആണ്. രണ്ടാമത്തേതാണ് ട്രോപ്പിക്കൽ ഡെസിഡുവസ് ഫോറസ്റ്റ്. ആ പേരിൽ തന്നെ ഉണ്ട്, ഡെസിഡുവസ് ആണ്. അവിടെയുള്ള ക്ലൈമറ്റ് വാം ആയിട്ടുള്ള ക്ലൈമറ്റ് ആണ്. പക്ഷേങ്കിൽ ആ ഒരു വെറ്റ് ആൻഡ് ഡ്രൈ സീസൺ ഡിസ്റ്റിങ്ക്റ്റ് ആണ്. അതായത് മഴയുള്ളപ്പോൾ ആ ഒരു മഴ, ദെൻ ഡ്രൈ സീസൺ ആൾട്ടർനേറ്റീവ് ആയിട്ട് വരുന്ന പോലെ വെറ്റ് ആൻഡ് ഡ്രൈ സീസൺ എന്ന് പറയുന്നത് ഡിസ്റ്റിങ്ക്റ്റ് ആണ് ഇവിടെ ഡെസിഡുവസ് ഫോറസ്റ്റിൽ. റെയിൻഫോൾ എന്ന് പറയുന്നത് 200 താഴെയാണ്. 100 മുതൽ 200 വരെ ആനുവൽ റെയിൻഫോൾ കിട്ടുന്നുണ്ട്. ഇവിടെയുള്ള വെജിറ്റേഷന്റെ പ്രത്യേകത, ദേ ഷെഡ് ദെയർ ലീവ്സ് ഡ്യൂറിങ് ഡ്രൈ സീസൺ. ഓക്കെ, ഈ ഒരു റെയിൻ ഫോറസ്റ്റ് എവർഗ്രീൻ ആണ്, എപ്പോഴും പച്ച പിടിച്ചിരിക്കുന്നത് ആൾക്കാരാണ് ഈ ഒരു ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിൽ. പക്ഷെ ഡെസിഡസ് എന്ന് പറയുമ്പോൾ അവിടെ ആൾക്കാർ എന്ത് ചെയ്യും, ഡ്രൈ സീസണിൽ എന്ത് ചെയ്യും, ലീവ്സ് ഷെഡ് ചെയ്യും. ഓക്കെ, ഇവിടെ കാണുന്ന വെജിറ്റേഷൻ മെയിൻ ആയിട്ട് ടീക്ക്, സാൻഡൽവുഡ്, ബാംബൂസ് ഒക്കെയാണ് കൂടുതലായിട്ട് കാണുന്നത് കേട്ടോ. നെക്സ്റ്റ്, ഇന്ത്യയിൽ ഇവ മെയിൻ ആയിട്ട് മധ്യപ്രദേശ്, ഒഡീഷ, ജാർഖണ്ഡ്, കർണാടക റീജിയൻസിലൊക്കെയാണ് കാണുന്നത്. അവയിൽ തന്നെ രണ്ട് സ്പെഷ്യൽ ടൈപ്പ് ഉണ്ട്. അതായത് രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് സീസൺ ഉള്ളത് കൊണ്ട് തന്നെ മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു ഡെസിഡസ് ഫോറസ്റ്റ് ഉണ്ട്. അവിടെയാണ് 100 മുതൽ 200 സെന്റിമീറ്റർ വരെ മഴ ലഭിക്കുന്നത്. ദെൻ ഡ്രൈ ഡെസിഡസ് ആയിട്ടുള്ള ഫോറസ്റ്റ് ആണെങ്കിൽ 70 മുതൽ 100 സെന്റിമീറ്റർ വരെ ആയിരിക്കും ആ ഒരു കണ്ടീഷനിൽ അവയുടെ റെയിൻഫോൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റ്. ഇവയുടെ മറ്റൊരു പേരാണ് സ്ക്രബ് ഫോറസ്റ്റ്. അതായത് അത്രയും ഡ്രൈ അരിഡ് ആയിട്ടുള്ള റീജിയൻസിൽ ഈ ഒരു തോൺ ഫോറസ്റ്റിനെ നമ്മൾ സ്ക്രബ് ഫോറസ്റ്റ് എന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ ഹോട്ട് ആൻഡ് ഡ്രൈ ആയിട്ടുള്ള കണ്ടീഷൻ ആണ്. വളരെ സ്കേസ് ആയിട്ടുള്ള റെയിൻഫോളേ ഉള്ളൂ. ഏകദേശം 50 സെന്റിമീറ്റർ അല്ലെങ്കിൽ ഒരു 70 വരെയെങ്കിലും മാക്സിമം പോവാം. കൂടുതൽ കേസിലും 50 സെന്റിമീറ്ററിൽ താഴെ മാത്രമേ റെയിൻഫോൾ ഉണ്ടാവുള്ളൂ. അവിടെയുള്ള വെജിറ്റേഷൻ എങ്ങനെയായിരിക്കും, തോണി ആയിട്ടുള്ള ട്രീസ്, ഷ്രബ്, ദെൻ ആ ഒരു സീറോഫൈറ്റിക് ആയിട്ടുള്ള കാക്ടസ്, അക്കേഷ്യ, ഡേറ്റ് പാം ഒക്കെയാണ് ഒരു തോൺ ഫോറസ്റ്റിൽ കാണുന്നത്. ഓക്കെ, ദെൻ ഫൗണ്ട് ഇൻ ഇന്ത്യയിൽ മെയിൻ ആയിട്ട് എന്താ, ഡെസേർട്ട് ഉള്ള റീജിയൻസ് ഏതൊക്കെയാണ്, രാജസ്ഥാൻ, ഗുജറാത്ത്, ദെൻ പഞ്ചാബിന്റെയും ഹരിയാനയുടെ ഒക്കെ ചില പാർട്ടിലാണ് ഈ ഒരു ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റ് കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന വെജിറ്റേഷൻ ആണ് മോണ്ടെയിൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. പഠിക്കണം, മോണ്ടെയിൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത് കൂൾ ആൻഡ് മോയിസ്റ്റ് ആയിട്ടുള്ള ക്ലൈമറ്റ് ആണ് ഓൺ എലിവേറ്റഡ് സ്ലോപ്സ് അല്ലെങ്കിൽ ഹൈ ആൾട്ടിറ്റ്യൂഡ്. ഓക്കെ, ഈ ഒരു പിക്ചറിൽ കാണിച്ച പോലെ തന്നെ ഒരു ഹില്ലിന്റെ ആ ഒരു എലിവേറ്റഡ് സ്ലോപ്സിൽ കാണുന്ന ആ ഒരു ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തെയാണ് മോണ്ടെയിൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. അവയുടെ ആൾട്ടിറ്റ്യൂഡ് ഏകദേശം സീ ലെവലിൽ നിന്ന് 1000 മീറ്റർ വരെ മുകളിലായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ദെൻ ആ ഒരു എന്താ ആൾട്ടിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ചിട്ട് വെജിറ്റേഷന്റെ ടൈപ്പ് മാറുന്നുണ്ട്. ഓക്കെ, വെജിറ്റേഷന്റെ ടൈപ്പ് മാറുന്നുണ്ട്. ഇവിടെ മോഡറേറ്റ്
മോഡറേറ്റ് ടു ഹൈ റെയിൻഫോൾ ആണ് കാണുന്നത്. കൂടുതലായിട്ട് കാണുന്ന വെജിറ്റേഷൻസ് ഏതൊക്കെയാണ്? പൈൻ ഉണ്ട്, ദെൻ ഫിർ ഉണ്ട്, ഡിയോഡർ, ഓക്ക്, അങ്ങനെയാണ്. ദെൻ ഹൈ ആൾട്ടിറ്റ്യൂഡിലോട്ട് വരുമ്പോൾ കൂടുതലും മോസസും ഷ്രബും ഒക്കെയാണ് കാണുന്നത്. ഇന്ത്യയിൽ ഇവ കാണുന്ന റീജിയൻസ് ഹിമാലയാസ്, വെസ്റ്റേൺ ഘട്ട്, നീൽഗിരീസ് ഒക്കെയാണ്. തന്നെ ഈ ഒരു മൗണ്ടൈൻ ഫോറസ്റ്റിന്റെ സബ് ഡിവിഷൻ എന്ന് പറയുമ്പോൾ താഴെ നിന്ന് മുകളിലോട്ട് പോകാം. ഏറ്റവും താഴെയുള്ളതാണ് ലോവർ മൗണ്ടൈൻ ഫോറസ്റ്റ്. ഏറ്റവും താഴെയുള്ള എലിവേഷൻ ആണ്. അവിടെ കാണുന്നത് ഡെസീജസ് ആയിട്ടുള്ള ട്രീസും ബ്രോഡ് ലീഫ് ആയിട്ടുള്ള എവർഗ്രീൻ ആയിട്ടുള്ള ട്രീസും രണ്ട് രീതിയിലും കാണുന്നുണ്ട്. ദെൻ ടെമ്പറേറ്റ് മൗണ്ടൈൻ ഫോറസ്റ്റിലാണെങ്കിൽ മിഡ് ആയിട്ടുള്ള ഒരു റീജിയൻ ആണ്. ഓക്ക്, പൈന്, ഡിയോഡർ, ഫിഡ് ഒക്കെ കാണുന്നത് ടെമ്പറേറ്റ് ആയിട്ടുള്ള മിഡ് റീജിയൻ ആയിട്ടുള്ള മൗണ്ടൈൻ ഫോറസ്റ്റിലാണ്. ദെൻ നെക്സ്റ്റ് ആണ് സബ് ആൽപൈൻ ഫോറസ്റ്റ്. ആൽപൈൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി മുകൾ ഹൈ ആൾട്ടിറ്റ്യൂഡ് ആണ്. സോ ഹയർ എലിവേഷൻ ആണ്. റോഡോഡെൻഡ്രോൺ, ബിർച്ച്, ഷ്രബ് ഒക്കെയാണ് ഈ ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡിൽ മൗണ്ടൈൻ ഫോറസ്റ്റിൽ കാണുന്നത്. ദെൻ ഏറ്റവും ഒരു എന്താ ട്രീ ലൈനിൽ എത്തുന്ന ഏറ്റവും മുകളിലുള്ള ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡിനെ നമ്മൾ ആൽപൈൻ വെജിറ്റേഷൻ എന്നാണ് പറയുന്നത്. ആ ഒരു ആൽപൈൻ വെജിറ്റേഷനിൽ മെയിൻ ആയിട്ട് ഗ്രാസസും മോസും ലൈക്കൻസും ഒക്കെയാണ് കാണുന്നത്. ഇനി ഒരു മൗണ്ടൈൻ ഫോറസ്റ്റിന്റെ ഒരു സ്പെഷ്യൽ ട്രോപ്പിക്കൽ മൗണ്ടൈൻ എവർഗ്രീൻ ഫോറസ്റ്റിന് എക്സാമ്പിൾ ആണ് ഷോല ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മൗണ്ടൈൻ ഫോറസ്റ്റിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഷോല ഫോറസ്റ്റ്. അതൊരു ട്രോപ്പിക്കൽ ആയിട്ടുള്ള മൗണ്ടൈൻ എവർഗ്രീൻ ഫോറസ്റ്റ് ആണ്. ഹൈ ആൾട്ടിറ്റ്യൂഡ് റീജിയൻസിലാണ് കാണുന്നത്. ഏകദേശം 1500 ആ ഒരു 2000 മീറ്റർ ഒക്കെ വരും യൂഷ്വലി. ദെൻ ക്ലൈമറ്റ് ഈസ് കൂൾ, മോയ്സ്റ്റ് ആൻഡ് ഫോഗി ആയിട്ടുള്ള ക്ലൈമറ്റ് ആണ്. ഹൈ റെയിൻഫോളും ഇവിടെ കിട്ടുന്നുണ്ട്. മെയിൻ ആയിട്ട് പക്ഷെ ഇവിടെ വളരുന്ന ട്രീസ് ഒക്കെ സ്റ്റണ്ടഡ് ആയിട്ടുള്ള എവർഗ്രീൻ ട്രീസസ് ആണ്, ഗ്രാസസ് ആണ്, ഷ്രബ്, മോസ്, ഫേൺസ് ഒക്കെ ഉണ്ട്. മെയിൻ ആയിട്ട് ഒരു വെസ്റ്റേൺ ഘട്ടിന്റെ ഏറ്റവും മുകളിലുള്ള ആ ഒരു റീജിയൻസ് ഒക്കെ ഷോള ഫോറസ്റ്റ് ആണ്. വെസ്റ്റേൺ ഘട്ട് എസ്പെഷ്യലി നീൽഗിരി ഹിൽസ്, ആനമലൈ ഹിൽസ്, പളനി ഹിൽസ് ഒക്കെ ഷോള ഫോറസ്റ്റിനും എക്സാമ്പിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ലിറ്റോറൽ ആൻഡ് സ്വാമ്പ് ഫോറസ്റ്റ്. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് മാംഗ്രൂവ് ഫോറസ്റ്റ് പറയാം. ഓക്കെ, മാംഗ്രൂവ് ഫോറസ്റ്റ് ഇതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. പിന്നെ ലിറ്റോറൽ എന്ന് പറയുമ്പോൾ, ലിറ്റോറൽ ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ സീ കോസ്റ്റിൽ, അതായത് കടലിന്റെ ആ ഒരു തീരങ്ങൾ, സീ കോസ്റ്റിലുള്ള ആ ഒരു എക്കോസിസ്റ്റത്തിനാണ് ലിറ്റോറൽ എന്ന് പറയുന്നത്. ദെൻ സ്വാമ്പ് ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ മാർഷി ആയിട്ടുള്ള വാട്ടർ ലോഗ്ഡ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. ഓക്കെ, ആ ഒരു സ്വാമ്പ് ഫോറസ്റ്റിന് എക്സാമ്പിൾ ആണ് ഈ ഒരു മാംഗ്രൂവ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈ ഒരു ലിറ്റോറൽ രണ്ട് ഫോറസ്റ്റിന്റെയും ക്ലൈമറ്റ് ഒക്കെ ഏകദേശം സെയിം ആണ്. ഹോട്ടും ആണ്, പക്ഷെ ഹ്യൂമിഡ് ആയിട്ടുള്ള ഒരു കോസ്റ്റൽ ക്ലൈമറ്റ് ആണ്. മോഡറേറ്റ് ടു ഹൈ റെയിൻഫോൾ ആണ് കാണുന്നത്. നെക്സ്റ്റ് ഈ ഒരു വെജിറ്റേഷനിലാണ് സോൾട്ട് ടോളറന്റ് ആയിട്ടുള്ള ട്രീസ് ഒക്കെ, സോൾട്ട് ഇവേഡേഴ്സ്, സോൾട്ട് എസ്കേപ്പേഴ്സ്, അങ്ങനെയുള്ള ആ ഒരു സോൾട്ട് ടോളറന്റ് ആയിട്ടുള്ള ട്രീസ്, മാംഗ്രൂവ്സ്, പാംസ്, സ്വാമ്പ് ഗ്രാസസ് ഒക്കെ കാണുന്നത്. ദെൻ ഇന്ത്യയിൽ മെയിൻ ആയിട്ട് സുന്ദർബൻസ്, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്, കോസ്റ്റൽ ഏരിയാസ്, ഈ ഒരു ലിറ്റോറൽ ആൻഡ് സ്വാമ്പ് ഫോറസ്റ്റിലാണ് ഈ ഒരു മെയിൻ ആയിട്ട് ഒരു റംസാർ ഒരു കൺവെൻഷന്റെ അണ്ടറിൽ വരുന്ന ഒരു റംസാർ സൈറ്റ്സ് ഒക്കെ ഈ ഒരു ലിറ്റോറൽ ആൻഡ് സ്വാമ്പ് ഫോറസ്റ്റിന്റെ അണ്ടറിൽ കുറെ എക്സാമ്പിൾസ് വരുന്നുണ്ട്. അതും ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ പഠിക്കാനുണ്ട് കേട്ടോ. നെക്സ്റ്റ് മാംഗ്രൂവ് ഫോറസ്റ്റിന്റെ ആ ഒരു എന്താ മെയിൻ ആയിട്ട് നോക്കിയാൽ ട്രോപ്പിക്കൽ കോസ്റ്റൽ ക്ലൈമറ്റ് ആണ്. മോഡറേറ്റ് മുതൽ ഹൈ റെയിൻഫോൾ ആണ്. സോൾട്ട് എന്താ ടോളറന്റ് ആയിട്ടുള്ള ട്രീസ് ആണ്. ഇവയ്ക്ക് സ്റ്റിൽട്ട് റൂട്ട് പ്രസന്റ് ആണ്. ഓക്കെ, സുന്ദർബൻസ് കോസ്റ്റൽ റീജിയൻസ് ഓഫ് ഇന്ത്യ ആണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അപ്പൊ ഇതാണ് ഈ ഒരു മാംഗ്രൂവ് ഫോറസ്റ്റിന് എക്സാമ്പിൾ. ആ ഒരു റംസാർ കൺവെൻഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പഠിക്കാം. നെക്സ്റ്റ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം. അതിൽ വളരെ സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. 4 എണ്ണമാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തത് ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് ആണ്. മറ്റൊരു പേരാണ് സാവന്ന എന്ന് പറയുന്നത്. ട്രോപ്പിക്കൽ റീജിയൻസിൽ കാണുന്നതാണ്. ഇവിടെ കൂടുതലായിട്ട് നല്ല ടോൾ ആയിട്ടുള്ള ഗ്രാസസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷെ ഇന്റർമീഡിയന്റ് ആയിട്ട് ഒന്നോ രണ്ടോ വലിയ ട്രീസും കാണുന്നുണ്ടായിരിക്കും. ഓക്കെ, അതാണ് മെയിൻ ആയിട്ട് ഇവിടെ പ്രത്യേകത. വലിയ ഗ്രാസസ് ആയിരിക്കും, ഇന്റർമീഡിയന്റ് ആയിട്ട് ട്രീസ് ഉണ്ടായിരിക്കും. എക്സാമ്പിൾ ആഫ്രിക്കൻ സാവന്ന. രണ്ടാമത്തേതാണ് ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് എന്ന് പറയുന്നത്. ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് എന്ന് പറയുമ്പോൾ ടെമ്പറേറ്റ് റീജിയൻസിലാണ്. ഇവിടെ മോഡറേറ്റ് റെയിൻഫോൾ ആണ്. ഡോമിനേറ്റഡ് ബൈ ഗ്രാസസ് മാത്രമാണ്. ഇവിടെ ഇന്റർമീഡിയന്റ് ആയിട്ട് ട്രീസ് ഒന്നും കാണുന്നില്ല. ഈ ഒരു പിക്ചറിൽ കൊടുത്തേക്കുന്നത് പ്രയറി ലാൻഡ് ആണ്. പ്രയറീസ്, സ്റ്റേപ്പസ്, പമ്പാസ് ഒക്കെ ഈ ഒരു ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡിന് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് പറയുന്നതാണ് മൗണ്ടെയിൻ ഗ്രാസ് ലാൻഡ്. മൗണ്ടെയിൻ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ സ്ലോപ്പ് ആണെന്ന് മനസ്സിലായിക്കോളൂ. ഓക്കെ, ഹൈ ആൾട്ടിറ്റ്യൂഡ്
ആൾട്ടിറ്റ്യൂഡ് ഒരു മൗണ്ടൻ റീജിയൻസിൽ കാണുന്ന ചെരിവുകളിൽ കാണുന്ന ആ ഒരു ഗ്രാസ് ലാൻഡ് ആണ്. എക്സാമ്പിൾ ഈ ഒരു വെസ്റ്റേൺ കെട്ടിലൊക്കെ ഉള്ള ഗ്രാസ് ലാൻഡ് മൗണ്ടൻ ഗ്രാസ് ലാൻഡ് ആണ്. നെക്സ്റ്റ് ആണ് ഫ്ലഡഡ് ഗ്രാസ് ലാൻഡ്. അതായത് ഒരു സീസണൽ ആയിട്ട് മാത്രം വരുന്നതാണ്. അതായത് ഈ വെറ്റ് ലാൻഡിൽ ഇങ്ങനെ ഗ്രാസസ് ഫ്ലഡഡ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. കാസിരംഗ നാഷണൽ പാർക്കിലൊക്കെ ഈ ഒരു ഫ്ലഡഡ് ആയിട്ടുള്ള ഗ്രാസ് ലാൻഡ്സ് കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. എക്കോസിസ്റ്റം ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറേ ടേംസ് പഠിക്കാനുള്ളത്. എക്സാംസിന് ഇനി അത്രയും ടൈം ഇല്ല. ഇൻ കേസ് ആവശ്യം ഉണ്ടെങ്കിൽ എൻ്റെ ടൈമിനനുസരിച്ചിട്ട് ഞാൻ ഇടാം. സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ് തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. ഒപ്പം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.